വിഷ്ണു ഡയറക്ട് ചെയ്ത ദാവീദ് ഫെബ്രുവരി 14 റിലീസ് ആയിരിക്കാണ്. ദാവീദ് നമുക്കറിയാം ആന്റണി വർഗീസ് പെപ്പെ ബോക്സിംഗ് റോളിലാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ബോക്സിംഗ് പ്രമേയമായിട്ട് അങ്ങനെ സിനിമകൾ അധികം വന്നിട്ടില്ല. മുമ്പ് ബാബുവിന്റെ ഒക്കെ ബോക്സർ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പെപ്പയുടെ ഒരു കിൻഡൽ മാർക്ക് ഇടി എന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് വേർഡ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടല്ലോ. നമ്മുടെ RDXന് ശേഷം അതിനു മുമ്പുള്ള എല്ലാ സിനിമകളും പെപ്പയുടെ ഒരു ഇഡി എന്നുള്ള പറഞ്ഞ ഒരു ഇമേജ് യൂസ് ചെയ്തിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയാണ് ദാവീദ്. അപ്പൊ ഈ ദാവീദിന്റെ സിനിമാനുഭവം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ദാവീദിന് പെപ്പെ ആസ് എ സെൻട്രൽ ക്യാരക്ടർ നല്ല ക്യാരക്ടറൈസേഷൻ ആണ്. അതായത് കഥാപാത്രത്തിന്റെ കോൺഫ്ലിക്റ്റും കഥാപാത്രത്തിന്റെ ഒരു ഫാമിലി ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ പാസ്റ്റ് കാണിക്കുന്നിടത്ത് നമുക്ക് വേറൊരു ഇതിനിടയ്ക്ക് ഹിറ്റായ ഒരു സിനിമയുടെ ഒരു ഹെയർ സ്റ്റൈലിലേക്ക് അതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഹെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്തിട്ട് അതൊരു ഇന്റർവെൽ പഞ്ചായിട്ട് യൂസ് ചെയ്തിട്ട് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ആ സീൻ. അപ്പൊ ആ പാസ്റ്റിലുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മാനസിക വ്യാപാരവും ഇപ്പോഴും ഫാമിലി മാൻ ആയിട്ട് പോകുമ്പോഴും അദ്ദേഹത്തിന് ഒരു പ്രത്യേക സിറ്റുവേഷൻ, അതായത് സിനിമാക്കാരുടെ നമ്മുടെ എറണാകുളത്തും ബാക്കിയുള്ള സിനിമ ലൊക്കേഷനുകളിൽ കാണുന്ന ബൗൺസർ ആയിട്ട് ജീവിക്കുന്ന ഒരാള് ഫാമിലി ഉണ്ട്. അപ്പോ ആ ഒരു ക്യാരക്ടറൈസേഷൻ അടിപൊളിയായിരുന്നു. പിന്നെ കഥാപാത്രത്തിന് ഉണ്ടാവുന്ന കോൺഫ്ലിക്ട് ഒരു നിങ്ങളുടെ ട്രെയിലറിലും നമ്മൾ കണ്ട പോലെയുള്ള ആ ഒരു വേൾഡ് ചാമ്പ്യനുമായിട്ട് അദ്ദേഹത്തിന് ഒന്ന് കോർക്കേണ്ടി വരുന്നു. ആ ഒരു സീനും അതിനെ തുടർന്നുണ്ടാവുന്ന സിറ്റുവേഷനുകളും ഉള്ള ഒരു സിനിമാറ്റിക് പിക്ചറൈസേഷൻ ആണ്. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ മേക്കിംഗ് ആണ്. ഇതിന്റെ ക്യാമറ വർക്ക് സാലൂക്കെ തോമസ് ആണെങ്കിലും അതുപോലെ ജസ്റ്റിൻ വർഗീസിന്റെ BGM ആ സിനിമയുടെ എഫക്റ്റ് ശരിക്കും നന്നായിട്ട് എനർജി കൊടുക്കുന്ന രീതിയിലാണ് BGM വന്നത്. അതുപോലെ തന്നെ ഇന്റർവെൽ ബ്ലോക്കുകളും ആ സമയത്തുണ്ടായ ഒരു ബിൽഡപ്പുകളും മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡ് ഗംഭീരമായിട്ട് ഈ സിനിമയ്ക്ക് എൻഹാൻസ്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടാവേണ്ടതും ഈ ഒരു പിക്ചറൈസേഷൻ രീതിയിലാണല്ലോ. കാരണം ഇവര് പ്ലാൻ ചെയ്ത് ആ ഒരു കൊറിയോഗ്രാഫ്ഡ് മൂവായിട്ട് തോന്നാനും പാടില്ല, എന്നാൽ കൊറിയോഗ്രാഫ്ഡ് ആയിരിക്കുകയും വേണം എന്നുള്ളത് അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അത് ബോക്സിംഗ് റിങ്ങിലുള്ള സീനുകളാണെങ്കിലും പരിശീലനത്തിന്റെ സീനുകളാണെങ്കിലും എല്ലാം അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ കോൺഫ്ലിക്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലൈമാക്സിലേക്ക് നമുക്കറിയാം ഇങ്ങനെയാണ് ക്ലൈമാക്സിലേക്ക് നീങ്ങണം. അത് അവിടെ നമുക്ക് ഒരുപാട് ഈ സിനിമയ്ക്ക് റിപ്പീറ്റേഷൻ തോന്നി. അതായത് നമ്മൾ പറയുന്ന പോലെ ആ ഒരു പടിപടിയായിട്ടുള്ള കയറി ആ ഒരു ലെവലിലെത്തി അവിടുന്ന് ഒരു ബ്ലാസ്റ്റ് ആ ഒരു രീതിയിലേക്ക് സിനിമയ്ക്ക് ഹൈ ഗ്രാഫ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാണ് ഒരു അതിനകത്ത് ഒരു ഫീൽ ആയിട്ട് തോന്നിയത്. ഈ ഓപ്പോസിറ്റ് വന്ന ക്യാരക്ടറും അതായത് ഫോറിൻ ക്യാരക്ടറും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തിയേറ്ററിക്കൽ മൊമെന്റ്സ് ഒരുപാടുണ്ട്, പക്ഷെ ആ ബിൽഡപ്പിനനുസരിച്ചുള്ള ഒരു രീതിയിലേക്ക് അത് പോയില്ല. പിന്നെ ഇതിനകത്ത് വിജയരാഘവന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അദ്ദേഹം എന്താണ് ട്രെയിൻ ചെയ്യിക്കുന്ന ഒരാളായിട്ട് അങ്ങനെ കാണിക്കുന്ന സമയത്ത് തന്നെ അതിൽ ഒരുപാട് ലോജിക് മിസ്റ്റേക്കുകൾ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അറിയുന്ന ഒരു സ്പോർട്സ് പ്രാക്ടീസിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ഇതാകുമ്പോൾ സിനിമയാണ്, നമുക്ക് അധികം ലോജിക്ക് നോക്കിയിട്ടും കാര്യമില്ല. പക്ഷെ അത്തരം രംഗങ്ങളുടെ കഥ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് തോന്നി. പിന്നെ ക്ലൈമാക്സിലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ട്രെച്ചഡ് ആയിട്ട് പിന്നെ ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട്. ഈ സ്പോൺസേഴ്സ് അതൊക്കെ ഭയങ്കര ന്യൂസ് അതൊക്കെ ചില സ്ഥലത്ത് കൈവിട്ടു പോകുന്ന രീതിയിൽ ഓവർ ഡ്രാമാറ്റിക് അല്ലെങ്കിൽ ഓവർ ഡൺ ചെയ്ത കോമഡി പോലുള്ള സീനുകളും വളരെ ഡ്രാമാറ്റിക് ആയിട്ട് ചില സ്ഥലത്ത് ഫീൽ ചെയ്തു. മൊത്തത്തിലൊക്കെ ഒരു തിയേറ്റർ വാച്ചാണ് സിനിമ. തിയേറ്ററിലല്ലാതെ ഈ സിനിമ ഒരു ചെറിയ സ്ക്രീനിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള അത്തരത്തിലുള്ള എന്താണ് പറയാ ഭീകരമായ വലിയ സീനുകളല്ല ഈ സിനിമയ്ക്ക്. പക്ഷെ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഇമോഷൻ കൊടുത്തുള്ള പെപ്പയുടെ കഥാപാത്രം തീർച്ചയായും നമുക്കൊരു തിയേറ്ററിൽ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാക്കിയിട്ട് ദാവീദിനെ മാറ്റിയിട്ടുണ്ട്. ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള പക്ഷെ ഈ ഒരു സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞ ചില ലോജിക്കൽ പോരായ്മകൾ ഒഴിച്ചു ചേർത്തിയാൽ ദാവീദ് തീർച്ചയായും ഒരു വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. അപ്പോ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ നമ്മുടെ മലയാളത്തിൽ അധികം വരുന്നില്ല. അപ്പൊ സിനിമയുടെ സിൻസിയറിറ്റി എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു വിഷയം എടുത്തിട്ട് അത് നമ്മുടെ മുന്നിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ പെപ്പയുടെ ഗംഭീരമായ ഒരു ചേഞ്ച് ഇതിനകത്ത് കാണാനുണ്ട്. ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും പിന്നെ നടൻ എന്ന രീതിയിൽ അദ്ദേഹം ആദ്യം മുതൽ LJP സ്കൂൾ ആണല്ലോ, അതിന്റെ നടൻ എന്ന രീതിയിൽ അദ്ദേഹം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പക്ഷെ ആ ഒരു ബോഡിയും ആ മെയ്വഴക്കവും കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള സീനുകൾ വേണമായിരുന്നു എന്ന് തോന്നി അത്തരം രംഗങ്ങൾ കാണിക്കുമ്പോൾ. അപ്പോൾ ഒരു ഇമോഷണൽ സ്പോർട്സ് ഡ്രാമ ബാലൻസ്ഡ് ആയിട്ടാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. ഫാമിലിക്കും യൂത്തിനും ഒരുപോലെ എൻജോയ് ചെയ്യാവുന്ന ഈ കണക്ഷൻ ആയിട്ടുള്ള മകളുമായിട്ടുള്ള കണക്ഷനൊക്കെ ഫാമിലിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഇതാണ്. അപ്പം ഡു വാച്ച് ദാവീദ് ഇൻ തിയേറ്റേഴ്സ് ആൻഡ്
നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ.